ഏത് പ്രായത്തിലും നമ്മളുടെ ആഗ്രഹം സുന്ദരികളായിട്ട് ഇരിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് 60 വയസ്സിലും ചെറുപ്പമായിട്ടിരിക്കാനുള്ള ചില പൊടിക്കൈകളാണ് പറയുന്നത്. അത് നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയ ക്രീമും എല്ലാം വാങ്ങിച്ച് പുരട്ടി കൃത്രിമമായിട്ട് നമ്മുടെ മുഖത്ത് ഭംഗി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്. കാരണം ഒരു നാച്ചുറൽ ഗ്ലോയും ഒക്കെ നമ്മളുടെ മുഖത്തുണ്ടാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദിവസം ഒരു 10 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കുന്നതായിരിക്കണം, അതേപോലെ തന്നെ പുതിയതായിരിക്കണം. പുതിയതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ 4-5 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെയും ചൂടാക്കി കഴിച്ചാൽ അതിന് യാതൊരു ഗുണവുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഫ്രഷായിട്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അതേപടി നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെയുള്ളത് ഫ്രഷായിട്ടുള്ളതൊക്കെ നമ്മൾ കഴിക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൂർണ്ണമായിരിക്കണം ഭക്ഷണം പൂർണ്ണമായിട്ടുള്ളത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തേങ്ങ മുഴുവനും അതേപടി കഴിക്കണം എന്നല്ല പറയണേ. ഇപ്പം നമ്മൾ ഈ ഗോതമ്പിൽ നിന്ന് അതിൻ്റെ നല്ല അംശമൊക്കെ എടുത്തിട്ട് നമ്മൾ മൈദ കഴിക്കില്ലേ, അങ്ങനെയുള്ളതൊന്നും കഴിക്കരുത്. അത് മാത്രമേ അവിടെ. പിന്നെ വറുത്തതും പൊരിച്ചതും അങ്ങനെയൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ മുഖത്ത് ആവി കൊള്ളിക്കുക. അത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ മുഖത്തെ ഈ പോഴ്സൊക്കെ ഒന്ന് തുറന്നൊക്കെ കിട്ടും. അപ്പം മുഖത്തിനൊരു നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും നമ്മുടെ മുഖത്തിന്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഈ ഫേസ് മസാജ്, ഫേസ് യോഗ, ഇതൊന്നും ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ മുഖം തടവുക എന്നുള്ളതേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ മുഖത്ത് ശരിക്ക് രക്തോട്ടമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറയുന്നത്. പിന്നെ മറ്റേ ഫേസ് യോഗ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കണ്ണും മുഖവും എല്ലായിടവും കഴുത്തും ഒക്കെ ഒന്ന് ഇളക്കമൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, അതാ വേണ്ട വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ആ മസിൽസിനൊക്കെ നല്ലൊരു അയവ് കിട്ടും. പിന്നെ വേണ്ടത് നന്നായിട്ട് ചിരിക്കണം. കഴിയുന്നിടത്തോളം ചിരിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക. പിന്നെ നന്നായിട്ട് ഉറങ്ങുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾക്ക് ഏത് വിധത്തിലും നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നമുക്ക് വളരെ നല്ലൊരു അനുഭവമായിരിക്കും.